ഈ ഒരു പ്രതിഭാസത്തിനെയാണ് സൈക്ലിക്കൽ വൊമിറ്റിംഗ് അല്ലെങ്കിൽ മനോജന്യ ഛർദി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തീവ്രമായ മാനസിക സമ്മർദ്ദം വരുന്ന സമയത്ത് ഈ വയറ്റിലെ ആസിഡിൻ്റെ ഉൽപ്പാദനവും മറ്റും കൂടുമ്പോൾ മുകളിലോട്ടുള്ള ഈ ആസിഡിൻ്റെ ചലനങ്ങളുടെ വേഗതയും മറ്റുമൊക്കെ കൂടുന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ളൊരു പ്രവണത വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ ബഹിർസ്ഫുരണം തന്നെയാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് എന്ത് പരിശോധനകൾ നടത്തി നോക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാലോ സ്കാൻ ചെയ്ത് നോക്കിയാലോ ഒന്നും ഇതിൽ തകരാറുകൾ കാണില്ല. പക്ഷേ ഈ പ്രശ്നം പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ചികിത്സകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2-3 തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മുടെ ഈ ആമാശയത്തിൻ്റെ താഴോട്ടുള്ള ചലനങ്ങളുടെ വേഗത കൂട്ടുന്ന ചില മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഛർദി നിയന്ത്രിക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഈ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ് ഭേദപ്പെടുത്തിയെടുക്കാനുള്ള മരുന്നുകളും വേണ്ടിവരും. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില പരിശീലനങ്ങളും വളരെ ഗുണം ചെയ്യും. ഇപ്പം മനോനിറവ് പരിശീലനം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്നൊരു സംഗതിയുണ്ട്. ഇത് കൃത്യമായിട്ട് നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു കുറവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്.